എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് അവിട്ട നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അവിട്ട നക്ഷത്രത്തിനെ ധനിഷ്ഠ എന്നും ശ്രാവിഷ്ഠ എന്നും പറയുന്നു. ധനിക എന്നാണ് അവിട്ട നക്ഷത്രത്തിൻ്റെ അർത്ഥം. ആട്ടിൻ തല പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങൾ ചേർന്നതാണ് അവിട്ടം. ഇഷ്ടദൈവം ഭദ്രകാളിയാണ്. സുബ്രഹ്മണ്യനെയും ആരാധിക്കണം. നക്ഷത്രാധിപൻ ചൊവ്വയാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുക. അവിട്ടവും ചൊവ്വയും വരുന്ന ദിവസം ദേവീക്ഷേത്ര ദർശനം ഗുണമാകുന്നു. ഭദ്രകാളി ദേവിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പൂജിക്കുക. അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം മകരരാശിയിലും ബാക്കി പകുതി ഭാഗം കുംഭരാശിയിലും ജനിക്കുന്നു. ചൊവ്വ ദിശയിലാണ് അവിട്ട നക്ഷത്രക്കാർ ജനിക്കുന്നത്. നക്ഷത്രനാഥൻ ചൊവ്വയാണ്. രാശ്യാധിപൻ ശനീശ്വരനാണ്. ദേവത വസുക്കൾ. ഗണം അസുരഗണം. യോനി സ്ത്രീയോനി. ഭൂതം ആകാശം. പക്ഷി മയിലാണ്. മൃഗം നല്ലാളെന്നും പറയുന്നുണ്ട്. സിംഹം പെൺസിംഹം എന്നും പറയുന്നുണ്ട്. വൃക്ഷം അഗ്നി എന്നും വന്നി എന്നും പറയുന്നുണ്ട്. അക്ഷരം ഓ. മന്ത്രാക്ഷരം യ. രജ്ജു മധ്യമരജ്ജു. വേദം ശിരോവേദം. വേദ നക്ഷത്രം മകയിരം ചിത്തിര. അനുജന്മ നക്ഷത്രം മകയിരം. ത്രിജന്മ നക്ഷത്രം ചിത്ര. ജാതി അനുലോമ. ഗോത്രം അങ്കിരസ്. നാഡി മധ്യപാർശ്വനാഡി. അഷ്ടദിഗ്ദേവത ചാനുണ്ടി. ഈശ്വരൻ മംഗല. ചൊവ്വ. സാമൂഹ്യ ജീവിതം ഇഷ്ടപ്പെടുന്നതിനാൽ എളുപ്പത്തിൽ ഇവർക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ സാധിക്കുന്നു. ഇവരെല്ലാം വളരെയധികം സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരായതുകൊണ്ട് ധാരാളം സുഹൃത്തുക്കൾ ഇവർക്കുണ്ടാവും. അധികാരത്തിന് വഴങ്ങുന്നതിലും അധികാരത്തിന് ആരെങ്കിലും അധികാര സ്ഥാനങ്ങൾ കൊടുക്കാമെന്ന് വെച്ചാൽ അതിൽ വഴങ്ങുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. ഇവർക്ക് അധികാരം പ്രയോഗിക്കുന്നതിലാണ് ഇവർക്കിഷ്ടം. പൊതുവിൽ സംഗീതാദി കലകളിൽ വാസനയും ആഭരണങ്ങളിലും വിലപ്പെട്ട വസ്തുക്കളിലും ഭ്രമവും ഉണ്ടായിരിക്കും. ശാസ്ത്രാദി ചിന്താഗതികൾ പ്രദർശിപ്പിക്കും. മതവിശ്വാസിയായിരിക്കും. ജോലി ചെയ്യുവാനും ഇഷ്ടപ്പെടും. അവരെന്ത് തൊഴിൽ ചെയ്യാനും അവർക്ക് ഇഷ്ടപ്പെടും. പൂക്കളെയും പ്രകൃതി ഭംഗിയെയും ഇഷ്ടപ്പെടുന്നതിനാൽ പൂന്തോട്ടം നട്ടുപിടിപ്പിക്കും. സംഗീതം വളരെ ഇഷ്ടമായിരിക്കും. ഇവർ ധൈര്യശാലികളായിരിക്കും. ദാനധർമ്മങ്ങൾ ഇവർക്ക് ഇഷ്ടമാണ്. ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഭവിച്ച് കാര്യങ്ങൾ നിറവേറ്റുന്നതായി കാണപ്പെടുന്നു ഇത്തരക്കാർ. കലഹങ്ങൾ ഒഴിവാക്കി സമാധാനം നിലനിർത്താൻ ഇവർക്ക് കഴിവുണ്ടായിരിക്കും. അല്പം പോലും അഹംഭാവം പ്രകടിപ്പിക്കുകയില്ല എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ പ്രതികാര നടപടി എടുക്കുന്നതിനും ഇവർക്ക് ഇഷ്ടമായിരിക്കും. കലഹപ്രിയരായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ അവരെ ആരെങ്കിലും ഒന്ന് പ്രതികാര നടപടിക്ക് വേണ്ടി ആവശ്യമായി വന്നാൽ അവരുടെ ഇടയിൽ കലഹവും എടുക്കും, പ്രതികാര നടപടിയും ഉണ്ടാകും. ധാരാളം അണികൾ ഇവർക്കുണ്ടാവും. അവരുടെ നേതാവുമായിരിക്കും. ഈ നക്ഷത്രക്കാരിൽ ചിലർ 2 വിവാഹം കഴിച്ചേക്കാം. അവിട്ട നക്ഷത്രക്കാരുടെ തൊഴിൽ സംഗീതജ്ഞൻ, നർത്തകൻ, നർത്തകി, വ്യവസായം, സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണം, രത്നക്കല്ല് വ്യാപാരം, സാമ്പത്തിക കൺസൾട്ടൻ്റ്, മറ്റു ജനാധിപത്യ രീതിയിലുള്ള പൊതുസേവനം, പൂന്തോട്ടം നിർമ്മിക്കുന്ന ആൾ എന്നീ തൊഴിലുകൾ ഇവർക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഇവർക്ക് ഇണങ്ങുന്ന തൊഴിലുകൾ. അവിട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നങ്ങൾ ചുവന്ന പവിഴമാണ്. റെഡ് കോറൽ എന്ന രത്നം ധരിക്കാവുന്നതാണ്. കോർണേലിയൻ ബ്ലഡ് സ്റ്റോൺ എന്ന ഉപരത്നവും ധരിക്കാം. ചുവന്ന നിറമാണ് ഈ രത്നത്തിന്. മിനിമം 3 കാരറ്റ് കുറയാതെയുള്ള രത്നം ആയിരിക്കണം. ഈ രത്നങ്ങൾ മോതിരത്തിൽ ഘടിപ്പിച്ച് പൂജാദികൾ ചെയ്ത് ശുദ്ധി വരുത്തി ചൊവ്വാഴ്ച ദിവസം സൂര്യോദയം കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനുള്ളിലുള്ള ചൊവ്വയുടെ ഹോരയിൽ ഈ മോതിരം ധരിച്ചു തുടങ്ങാം. അവിട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യവർണ്ണങ്ങൾ എന്നുള്ളത് മകരം രാശിയോ കുംഭൻ രാശിയോ ആയിരുന്നാലും ഈ 2 കൂറിൽ ജനിച്ചാൽ ഇവർക്ക് നീല, കറുപ്പ്, ചാരം എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് ഉപയോഗിക്കാം. ഇൻ്റർവ്യൂ, മത്സര പരീക്ഷകൾ, പ്രധാന മീറ്റിങ്ങുകൾ, മറ്റു പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോഴും ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഗുണഫലങ്ങൾ ലഭിക്കാം, ഭാഗ്യം ലഭിക്കാം. ഇനി രുദ്രാക്ഷമാണ്. ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത്. 5 മുഖമുള്ള രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാം. ഇത് നൂലിൽ കെട്ടിയോ വെള്ളിയിലോ സ്വർണ്ണത്തിലോ കോർത്തോ ധരിക്കാവുന്നതാണ്. സൂര്യദശയാണെങ്കിൽ 1 മുഖം, ചന്ദ്രദശ 2 മുഖം, കുജദശ 3 മുഖം, ബുധദശ 4 മുഖം, ഗുരുദശ 5 മുഖം, ശുക്രദശ 6 മുഖം, ശനിദശ 7 മുഖം, രാഹുർദശ 8 മുഖം, കേതുർദശ 9 മുഖം. എല്ലാ ഗ്രഹങ്ങളുടെയും സ്വാധീനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 10 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം. 11 മുഖമുള്ള മുകളിലോട്ടുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് പ്രത്യേക കാര്യസാധ്യത്തിനാകുന്നു. പിന്നെ ഗൗരി, ശങ്കരൻ, ഗർഭജ്യോതി, ത്രിച്യൂതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങളുണ്ട്. ശിവഭഗവാന്റെ കൺപീലിയിലെ വേർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണിട്ടാണ് രുദ്രാക്ഷ സസ്യങ്ങൾ ഉണ്ടായത്. ആ സസ്യങ്ങളുടെ കുരുക്കളാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്.
രുദ്രാക്ഷം ധരിക്കുന്നവർ വിഭൂതി, അത് ഭസ്മം ധരിക്കണം. അവർ മരിച്ചു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ ലോകത്തേക്ക് പോകുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ രുദ്രാക്ഷധാരണത്തിനോ രത്നധാരണത്തിനോ വാസ്തുപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ആ സംശയ നിവാരണം വരുത്തുന്നതിന് എൻ്റെ ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുക. എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.